ഉരുൾപൊട്ടലിന്റെ ഓർമ്മയിലാണ് വിലങ്ങാട് പ്രദേശവും. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ദുരന്തബാധിതർക്ക് വേണ്ടി കൂടുതലായൊന്നും ചെയ്തില്ല എന്നും വളരെ വലിയ കൃത്യവിലോപമാണ് സർക്കാർ നടത്തിയതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു. ഉരുൾപൊട്ട മേഖലയിലും ദുരന്തബാധിതരെയും ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മരണമടഞ്ഞ മാത്യു മാസ്റ്ററിന്റെയും വീടും അദ്ദേഹം സന്ദർശിച്ചു. നിരവധി ആളുകളുടെ കുടുംബങ്ങളുടെ വീടുകൾ പൂർണ്ണമായും കുറേയേറെ വീടുകൾ ഭാഗികമായും തകർന്നു. കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, ഒലിച്ചുപോയി, ഒഴുകിപ്പോയി. കടകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവർക്കെല്ലാം സർക്കാർ അന്ന് സഹായങ്ങളെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. വിലങ്ങാട് സഹായത്തിനായി പ്രത്യേക ഒരു പാക്കേജ്, വയനാട് പാക്കേജ് പോലെ തന്നെ ഒരു പാക്കേജ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നുപോയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല. കേവലം 31 കുടുംബങ്ങൾക്ക് മാത്രമാണ് നാമമാത്രമായ സംഖ്യയെങ്കിലും ഒരു നഷ്ടപരിഹാരം സഹായമെന്ന നിലയിൽ നൽകിയത്. 150ഓളം ആളുകളാണ് ഈ വലിയ ദുരന്തത്തിന് വിധേയരായിരുന്നെങ്കിൽ 31 വീട്ടുകാർക്ക് മാത്രമാണ് വീടിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായ പദ്ധതി, ഒരു സംഖ്യ നൽകിയിട്ടുള്ളത്.